ആ ഒരു പ്ലേറ്റ് കൊടു. അതെ, എല്ലാരും നല്ല വൃത്തിയായിട്ട് സോപ്പിട്ട് കൈയൊക്കെ തേച്ച് കഴിയിട്ടാണല്ലോ ഭക്ഷണം കഴിക്കാൻ വന്നത്. അതെ, കയ്യിലെ അണുക്കളൊക്കെ പോണമെങ്കിലേ ഒരു 5 മിനിറ്റ് സോപ്പ് വെച്ച് നല്ലതുപോലെ തേച്ച് കഴുകിയിട്ട് വേണം. മനസ്സിലായോ? മനസ്സിലായോ? എന്തോന്നാ ഇത്? പാത്രം കഴിവില്ലേ? ഇനിയിപ്പോ അതുകൂടെ ഞാൻ വന്ന് ചെയ്യണോ അടുക്കളയില്? എന്റെ പൊന്നു കൊച്ചമ്മ, ചൂടുവെള്ളത്തിൽ കഴിയതാണ് എല്ലാ പാത്രവും. എന്തൊരു ഉപ്പുനാറ്റം ഇതിന്. കൊണ്ടുപോ, ഞാൻ വേറെ പാത്രം എടുത്തോണ്ട് വരാം. അതുകൊള്ളു. അല്ല അമ്മ, ഇതിനകത്തൊന്നും അങ്ങനത്തെ ഒരു പണമില്ലല്ലോ. നല്ല പണം. ഇതാ ചേച്ചി. കൊച്ചമ്മ, ഇത് വലിയ കുഴപ്പമില്ല. ആ കണ്ട. അപ്പോഴേ എല്ലായിടത്തും കൂടെ ആയിട്ടൊരു കാര്യം പറയാം. ഓ. കൊച്ചമ്മ പറഞ്ഞതുപോലെ നാടൻ പച്ചക്കറിയിൽ ഉണ്ടാക്കിയ കറികളാ ഈ ഇരിക്കുന്ന എല്ലാം. അതെ. അപ്പൊ നോൺ വെജ് ഒന്നും ഇല്ലേ? നന്നായി. നോൺ വെജ് ഇല്ല, മീനില്ല, മത്സ്യമാംസാദികൾ ഒന്നും തന്നെ ഇനി ഈ വീട്ടിൽ കാണത്തില്ല. വെജിറ്റേറിയൻ ചാപ്പാടാ. നല്ല ഒന്നാന്തരം പച്ചക്കറി കൂട്ടി നല്ല ഭംഗിയായിട്ട് ഭക്ഷണം കഴിക്കുക കേട്ടോ. അതൊന്നുമില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാ. ആണോ? നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. ഇന്നൊരു ദിവസത്തേക്കല്ലേ? എങ്ങനെ? ഇന്നൊരു ദിവസത്തേക്കോ? അല്ല, ഇനി മുതൽ എന്നും അങ്ങോട്ട് പച്ചക്കറി മാത്രമേ ഈ വീട്ടിൽ കാണത്തുള്ളൂ കേട്ടോ. കുഞ്ഞേ, ആരോഗ്യമാടാ നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത്. ആ, അമ്മ പുറത്തുനിന്ന് കഴിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? പുറത്തുനിന്ന് കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കഴിച്ചേച്ച് ഇങ്ങോട്ട് വരരുത്. ഓ, ഇതെന്തോന്ന്? അത് മുടിയല്ലേ കൊച്ചമ്മ? മുടിയല്ലേ? മുടിയാണ്. ഇതെവിടുന്ന് വന്നെന്നാ ചോദിക്കുന്നേ? അമ്മ, അത് കണ്ടിട്ട് സുരഭിയുടെ മുടിയാണോ എന്നൊരു സംശയം. എന്റെ മുടിയാ? ഇത് എന്റെ മുടിയൊന്നുമല്ല, ഇത് ചേച്ചിയുടെ മുടിയാ. അതെന്ത് അതിൽ പേര് വെച്ചിട്ടുണ്ട്? അല്ലല്ല ചേച്ചിയുടെ കറുത്ത മുടി. വെളുത്ത മുടിയാ. അല്ലല്ല, ഒന്ന് നിർത്തണേ. എന്റെ കൊച്ചമ്മ, എന്റെ അമ്മയാണ് അമ്മൂമ്മയാണ് എന്റെ മുടിയല്ല. നിന്റെ അല്ല, നിന്റെ അമ്മയുടെ അല്ല, അമ്മൂമ്മയുടെ അല്ല. ഇത് ഇവളുമാരുടെ ആരോ മുടിയാണ്. കാരണം നീളമുള്ള മുടി. എന്റെ മുടിയല്ലമ്മ, സത്യമായിട്ട്. എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് എന്നോടുള്ള വിരോധത്തില് നിങ്ങളിൽ രണ്ടുപേരിൽ ആരോ ഒരാൾ മനഃപൂർവ്വം ഇതിനകത്തിട്ടതാണ്. അതാണ് അത് എനിക്ക് കിട്ടിയത്. മുത്തോണ വേറെ ഇത് കൊടുത്തു. അമ്മ, ഞങ്ങൾ അങ്ങനെ ചെയ്യും അമ്മ. അയ്യോ, എന്റെ പൊന്നുമക്കളെ, എനിക്ക് ഒരു വകയും വേണ്ട. എന്നെ അങ്ങ് വിട്. നിങ്ങൾ എല്ലാരും ഇവിടെ എടുത്ത് കഴിക്കുന്ന കേട്ടാ. പൊന്നേ, നാടൻ പച്ചക്കറി കൊണ്ട് ഉണ്ടാക്കിയ കറി. ഞാൻ വല്ലതും ഉണ്ടോ നോക്കട്ടെ. അമ്മ എന്തോന്ന് ഇങ്ങനെ? എന്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് നോക്കിയാണ്. ആര് കഷ്ടപ്പെട്ടത്? ഞാനല്ലേ കഷ്ടപ്പെട്ടത്. നമ്മള് കഷ്ടപ്പെട്ട് ഞങ്ങള് സഹായിച്ചു. പിന്നെ എന്തത്? അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞാണ് കഷ്ടപ്പെടല്. പിന്നെ എന്നാലും അമ്മയ്ക്ക് വേണ്ടെങ്കിൽ ഞാൻ കഴിക്കാൻ പോണു. എനിക്ക് വിശക്കണം. മുത്തോണ എങ്ങോട്ട് പോകുന്നു? ഞാൻ വൃത്തിയുള്ള ഒരു സ്ഥലം വരെ പോകുന്നു. മുന്നേ വൃത്തിയുള്ള സ്ഥലം? വൃത്തിയുള്ള സ്ഥലം, വൃത്തിയോടെ പോകുന്നു. കാര്യം പറയണ, എങ്ങോട്ട് പോകണം? അല്ല, ആട്ടുംപാൽ ഇവിടെ കിട്ടൂന്നൊന്ന് അറിയണം. അവിടെയാണ് വൃത്തി കൂടുതൽ. അപ്പൊ ആട്ടുംപാലിനാണ് വൃത്തി കൂടുതൽ. അപ്പൊ ആട്ടുംപാൽ വേണം കൊണ്ടുവരാൻ. ഇതിപ്പോ ആർക്ക് ഈ ആട്ടിൻപാല്? കൊച്ചമ്മയ്ക്ക്. അന്തമ്മ പെട്ടെന്ന് ആട്ടിൻപാലിലോട്ടാക്കിയത്? അതൊന്നും എന്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല. പെറ്റതല്ലേ ഇതൊക്കെ ചോദിക്കണം. ഞാനാണോ ചോദിക്കേണ്ടത് ഇതൊക്കെ? അണ്ണ എന്നെ പരിചരിച്ചോണ്ട് അടുത്ത് എപ്പോഴും നിൽക്കണം എന്ന് പറഞ്ഞാ ഞാൻ ചോദിച്ചെന്തെങ്കിലും മറുപടി ഇങ്ങോട്ട് പറയണ്ടേ? മറുപടി പറഞ്ഞാലേ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്നൊന്നും കഴിച്ചിട്ടില്ലേ? ആര്? അമ്മ ഒരു വക കഴിച്ചിട്ടില്ല. ഇന്നലെ രാത്രി ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ അമ്മ. തന്നെ. കുഞ്ഞെ, ഈ ആട്ടുംപാല് കിട്ടുന്ന സ്ഥലം അറിയാമോ? അതെന്റെ അടുത്താണോ ചോദിക്കണത്? അല്ല, ഞാൻ ചോദിച്ച് മനസ്സിലാക്കി വാങ്ങിച്ചോളാം. അടുക്കളയെ ചെന്നൊന്ന് നോക്കണം. ഓപ്പറേഷൻ തിയേറ്ററിൽ നിൽക്കുന്ന നേഴ്സുമാരും ഡോക്ടർമാരും കണക്കാണ് അവിടെ സുരഭി ലക്ഷ്മി കുഞ്ഞും കൂടെ നിൽക്കുന്നത്. അതെന്ത്? അങ്ങനെയാണ്. പിന്നെ കൊച്ചമ്മയുടെ അടുത്ത് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രം സൂക്ഷിച്ചും കണ്ടും പോണം. അതെന്താ അങ്ങനെ പറഞ്ഞത്? വൃത്തിയില്ലാതെ കയറി ചെല്ലണ്ട, നല്ല പണി കിട്ടും. അത് വൃത്തിയിലൊക്കെ പൊക്കോളാം. ഇങ്ങനെ പേടിപ്പിക്കണ എന്തിന്? അടുക്കളയിലോട്ട് പോ. ശരണമയ്യപ്പ സ്വാമി ശരണ. അല്ല, ഇതെന്തോന്ന്? രണ്ടിനെ കണ്ടിട്ടൊരു തീവ്രവാദിയിലെ ലുക്കുണ്ടല്ലോ. ഈ കണക്കിന് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങള് തീവ്രവാദികളായി മാറും. പുരുക്കത്തിന്ന് ഒരു രോമം പോലും വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നത്, അറിയോ? അല്ല, സാധാരണ അമ്മ റൂമിൽ നിന്ന് ഇറങ്ങി ഇവിടെ സോഫയിൽ വന്നിരിക്കണതാണ്. അതെ. ഇന്ന് അമ്മ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. എങ്ങനെ ഇറങ്ങും? അമ്മയെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അണുക്കളെല്ലാം കൂടെ കടിച്ചു കീറി തിന്നുന്നല്ലേ അമ്മ വിചാരിച്ചിരിക്കുന്നത്. ഇനി അമ്മയുടെ കണ്ണിന് പവർ കൂടിയിട്ടേ ഇനി അണുക്കളെ നന്നായിട്ട് കാണാൻ പറ്റൂ. അയ്യോ, എന്നാ തീർന്നു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിക്കുമോ എന്തോ.
എന്ത് ചെയ്യാനാണ്? എന്തൊരു കഷ്ടമായത്. ഇങ്ങനെയുണ്ടോ ഒരു തോന്നലുകൾ തോന്നുന്നത്? വല്ലാത്തൊരു അമ്മായിയമ്മ തന്നെ. എന്റെ അമ്മോ എത്ര അല്ല അവസ്ഥയ്ക്കാണ്. മുത്തോണ എന്ത് ചെയ്യും? അത് പുലിപ്പാല് അല്ല ഛെ, ആട്ടുംപാല് വാങ്ങിക്കാൻ പോയിരിക്കുക. ആട്ടുംപാലാ?